കോഴിക്കോട് മുക്കത്ത് മദ്യലഹരിയിൽ കാർ ഓടിച്ചുണ്ടായ അപകടത്തിൽ കേസെടുത്ത് പോലീസ്. നരഹത്യാ ശ്രമത്തിന് മദ്യപിച്ച് വാഹനം ഓടിച്ചതിനുമാണ് കേസ്. തിരുവമ്പാടി സ്വദേശികളായ യുവാക്കൾ സഞ്ചരിച്ചിരുന്ന കാറ് ബൈക്ക് യാത്രക്കാരായ ദമ്പതികളെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. ആദ്യം അപകടത്തിന്റെ ദൃശ്യങ്ങൾ കാണാം. കെ വി രാഹുൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. രാഹുൽ, പേടിപ്പിക്കുന്നുണ്ട് ഈ അപകടത്തിന്റെ ദൃശ്യങ്ങൾ. ഈ പരിക്കേറ്റ ദമ്പതികളുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് പറയൂ. കൊല്ലം മൈനാഗപ്പള്ളിയിലെ അപകടം കണ്ട് എല്ലാവരും തന്നെ ഞെട്ടിയതാണ്. വാഹനം ഓടിച്ചിരുന്നയാളും കൂടി ഉണ്ടായിരുന്നയാളും പ്രതികൾ മദ്യലഹരിയിലായിരുന്നു എന്ന് പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തു. മദ്യലഹരിയിൽ മറ്റൊരു അപകടം കൂടി സംഭവിച്ചിരിക്കുന്നത് കോഴിക്കോട് മുക്കത്താണ്. പരിക്കേറ്റ ദമ്പതികൾ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു എന്ന് തന്നെയാണ്. ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് ഈ അപകടം സംഭവിച്ചത്. തിരക്കേറിയ മുക്കം ബസ് സ്റ്റാൻഡിന് അടുത്ത് വെച്ചാണ് അപകടം ഉണ്ടായവിടെ തന്നെ ആളുകൾ ഓടിക്കൂടുന്നുണ്ട്. ഒറ്റനോട്ടത്തിൽ തന്നെ വാഹനത്തിലുണ്ടായിരുന്നവർ മദ്യലഹരിയിലായിരുന്നു എന്ന് സംശയിക്കുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുകയും ചെയ്തിരുന്നു. പിന്നീട് പോലീസിനെ വിവരമറിയിച്ച് പോലീസ് വന്ന് കസ്റ്റഡിയിലെടുത്തു. വൈദ്യപരിശോധനയിലാണ് മദ്യപിച്ചിരുന്നെന്ന് സ്ഥിരീകരിച്ചത്. പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിരുവമ്പാടി സ്വദേശികളാണ്. ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. നരഹത്യാ ശ്രമം, അതുപോലെ മദ്യപിച്ച് വാഹനം ഓടിക്കൽ, അപകടമുണ്ടാകുന്ന തരത്തിൽ വാഹനം ഓടിക്കൽ എന്നീ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇപ്പോൾ സമയത്തിന് തന്നെ കോടതിയിൽ ഹാജരാക്കും എന്നതാണ്. ഒപ്പം തന്നെ ഇവരുടെ കാറിൽ നിന്ന് എയർ ഗണ്ണിന്റെ ഒരു ഭാഗവും ഒഴിഞ്ഞ ബിയർ കുപ്പിയും കണ്ടെത്തുകയും കൂടെ ചെയ്തിരുന്നു. മദ്യപിച്ച ഈ വിധത്തിൽ മറ്റുള്ള ആളുകളുടെ ജീവന് അപകടമുണ്ടാക്കുന്ന രീതിയിൽ വാഹനം ഓടിക്കുന്ന സംഭവങ്ങൾ തുടർക്കഥയാകുന്നു എന്നത് തന്നെയാണ് കാര്യം. ശരി.